കലൂർ സ്റ്റേഡിയത്തിൽ മൃദംഗ വിഷന്റെ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് MLA വീണ് പരിക്കേറ്റ സംഭവത്തിൽ ദിവ്യ ഉണ്ണിയുടെയും സിജോയ് വർഗീസിന്റെയും മൊഴിയെടുക്കും. വിശദാംശങ്ങളുമായി ആസിഫ് മുഹമ്മദ് ഉണ്ട്. ആസിഫ, ദിവ്യ ഉണ്ണിയെ കേന്ദ്രമാക്കിയായിരുന്നു ഈ പരിപാടി നടന്നത്. നമുക്കറിയാവുന്നതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിയുക? തീർച്ചയായും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ദിവ്യ ഉണ്ണിയുടെയും സിജോയ് വർഗീസിനെയും അടക്കം മൊഴിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇവർക്ക് നോട്ടീസ് നൽകി തന്നെ ഇവരെ വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള സംഘാടനം അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും, അത് എങ്ങനെയാണ് ആസൂത്രണം ചെയ്തത്, ഇവർ എങ്ങനെയാണ് ഈ പരിപാടിയിലേക്ക് ദിവ്യ ഉണ്ണിയും സിജോയ് വർഗീസും വരുന്നത് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ചോദിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഇതിന്റെ വാർത്താ സമ്മേളനത്തിലടക്കം ഈ മൃദംഗാവിഷ്ടിന്റെ രക്ഷാധികാരിയായി എത്തിയ സിജോയ് വർഗീസാണ് കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുകയും മറ്റ് കാര്യങ്ങൾ വിശദീകരിക്കുകയും മറ്റും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ ആദ്യഘട്ടം മുതലുള്ള ആസൂത്രണത്തിൽ ഇവരുടെ പങ്ക്, സിജോയ് വർഗീസിന്റെ അടക്കമുള്ള പങ്ക് എത്രത്തോളമുണ്ട്, അതിൽ ഏത് തരത്തിലാണ് ഇത് ആസൂത്രണം ചെയ്തത്, ഈ പണപ്പിരിവ് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ പ്രത്യേകമായ അന്വേഷണം നടക്കുന്നുണ്ട്. അത് എത്രത്തോളം പണം പിരിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം ഇവരുടെ മൊഴിയെടുക്കൽ അനിവാര്യമാണ്. ആദ്യഘട്ടത്തിൽ ദിവ്യ ഉണ്ണിക്ക് പകരം മറ്റൊരു നർത്തകിയെ വെച്ച് നടത്താനായിരുന്നു ഇതിന്റെ ആസൂത്രണം നടത്തിയിരുന്നത്. പിന്നീടാണ് ദിവ്യ ഉണ്ണി ഒരു പരിപാടിയിലേക്ക് ആദ്യഘട്ടത്തിലെ ആസൂത്രണത്തിൽ ഉണ്ടാകാതെ ദിവ്യ ഉണ്ണി കടന്നു വരുന്നത്. അങ്ങനെ ആ ഒരു പരിപാടിയിലേക്ക് കടന്നു വന്ന സാഹചര്യം, ഈ സംഘാടകർ ഏത് തരത്തിലാണ് കാര്യങ്ങൾ വിവരിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു മൊഴിയെടുപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് വിളിച്ചു വരുത്തേണ്ട ആളുകളുടെ ഒരു പ്രത്യേകമായ ഒരു ലിസ്റ്റ് അടക്കം ഇപ്പോൾ തയ്യാറാക്കി വരുന്നുണ്ട്. അതിൽ ഒരു പക്ഷേ ഇനി ഇപ്പോൾ പ്രതിപട്ടികയിലുള്ളവരുടെ അപ്പുറത്തേക്ക് കൂടുതൽ ആളുകളെ പ്രതിപട്ടികയിൽ ചേർക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത്തരം ചേർക്കലുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യവും പോലീസ് അറിയിക്കുന്നു. എന്തായാലും ദിവ്യ ഉണ്ണിയെയും സിജോയ് വർഗീസിനെയും വിളിച്ചു വരുത്തും എന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇരുവർക്കും നോട്ടീസ് നൽകിയ ശേഷമായിരിക്കും വിളിച്ചു വരുത്തുക. സിജോയ് വർഗീസ് ആദ്യം മുതൽ തന്നെ ഇതിൻ്റെ ഒരു രക്ഷാധികാരിയായി എത്തുകയും പിന്നീട് ഇതിൻ്റെ പരിപാടിയുടെ കോർഡിനേഷനിലും മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സമ്പർക്ക പരിപാടികളിലും എല്ലാം സജീവമായി പങ്കെടുത്ത ആളാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹം ഈ പണപ്പിരിവ് അടക്കമുള്ള കാര്യങ്ങൾ തനിക്ക് അറിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം സിജോയ് വർഗീസ് പറയുന്നത്, നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് തനിക്ക് നോട്ടീസൊന്നും ലഭിച്ചിട്ടില്ല, പക്ഷേ എല്ലാ തരത്തിലുമുള്ള അന്വേഷണവുമായി സഹകരിക്കും, ഏതെങ്കിലും തരത്തിൽ വിളിച്ചു വരുത്തുകയാണെങ്കിൽ അതുമായി സഹകരിച്ച് മുന്നോട്ട് പോകും തുടങ്ങിയ കാര്യങ്ങളും എന്തായാലും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഉമാ തോമസിന്റെ ആരോഗ്യനില കൂടി പറഞ്ഞു പോകാൻ തോന്നുന്നു. അത് ഇന്ന് ചെറിയ ഒരു പുരോഗതി ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്തയുണ്ട്. ഈ മയക്കം കുറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള മരുന്നുകൾ, അത് മയക്കം തുടരാൻ ആവശ്യമായുള്ള മരുന്നുകളുടെ ഒരു ഉപയോഗം കുറച്ചിരുന്നു. കാരണം അത് ഇനി കൂടുതൽ ചികിത്സ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായാണ്. പ്രത്യേകമായി ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ തുടരുകയാണ്. പുതിയ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മകൻ വിവേക് എത്തിയ സമയത്ത് പറയുന്ന കാര്യങ്ങളോട് റെസ്പോൺസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വളരെ പോസിറ്റീവായ ഒരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൈയും കാലും അനക്കാൻ ആവശ്യപ്പെട്ട സമയത്ത് അത് കൃത്യമായി വലത്ത് ഇടത്ത് കൈകൾ എന്ന രീതിയിൽ പോലും അനക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് കഴിയുന്നൊരു സാഹചര്യമുണ്ട്, കണ്ണു തുറന്ന സാഹചര്യമുണ്ട്. അത് സ്വാഭാവികമായും ഈ മയക്കത്തിനുള്ള മരുന്നുകൾ കുറച്ച് പുതിയ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ചതിൻ്റെ ഫലം കൂടിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ റെസ്പോൺസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായി തന്നെയാണ് കരുതുന്നത്. കാരണം തലച്ചോറിൻ്റെ അടക്കമുള്ള പ്രവർത്തനങ്ങൾ അത് സുഗമമായി പോകാൻ കഴിയുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തുന്നു എന്നത്